ഹായ്, നമ്മളിപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലത്താണ്. അതായത് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ കുമ്പളയിൽ ഒരു ക്ഷേത്രമുണ്ട്. പത്മനാഭ ക്ഷേത്രം തന്നെയാണ് അതിൻ്റെ പേര്. അത് പ്രത്യേകത എന്ന് വെച്ചാൽ കായലിൻ്റെ കുളത്തിന് നടുക്കുള്ളൊരു ക്ഷേത്രമാണ്. കേരളത്തിൽ തന്നെ എനിക്കൊന്ന് ആകെ ഒന്നേ ഉള്ളൂ തോന്നുന്നു അങ്ങനെയുള്ള ഒരു ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടൊരു ഇൻട്രോ എടുത്തിയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു മുതലുണ്ടായിരുന്നു. ഈ മുതലാന്ന് വെച്ചാൽ ഒരു സസ്യബുക്കാണ്. അതായത് വെജിറ്റബിൾസ് മാത്രമേ ഇത് കഴിക്കൂ. അതുപോലെ പിന്നെ നമ്മുടെ അമ്പലത്തിലുള്ള പ്രസാദം മാത്രം കഴിച്ചിട്ട് ജീവിക്കുന്നൊരു മുതലാണ്. അതായത് മനുഷ്യന്മാരാരെയും അങ്ങനെ ഉപദ്രവിക്കാത്തൊരു മുതല. അപ്പോൾ അതും കൂടിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം അത്യാവശ്യം നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോകാം. നമ്മൾ ചീമേനി വഴി അങ്ങനെ പോവുക ചെയ്യുന്നത്. ചീമേനി കയ്യൂര് അങ്ങനെ കാനങ്ങാടെത്തും. അപ്പോൾ ചീമേനി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചീമേനി തുറന്ന ചേരല്ലോ അല്ലേ, അതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ വഴി ചെയ്ത് പോകുന്ന വഴിക്കും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മളെ കാറ്റാടി പോലത്തെ മരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അതിലോട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിലൂടെയുള്ള റോഡ് എല്ലാം ഇപ്പോൾ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ ചീമേനിയൊക്കെ കഴിഞ്ഞ് കാനങ്ങാട് കഴിഞ്ഞ് ബേക്കലൊക്കെ കഴിഞ്ഞ് പാലക്കുന്ന് എത്തിയിട്ടുണ്ട്. ബേക്കൽ അതിൻ്റെ ഒരു മെയിൻ ടൗണായി പാലക്കുന്ന് എന്ന് പറയുന്നത്. പ്രശസ്തമായൊരു ടൗൺ തന്നെയാണ്. നമ്മളങ്ങനെ കാസർഗോഡ് ടൗണെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇപ്പോൾ കുറച്ചുള്ളിലോട്ടുള്ള വഴിയിലെത്തിയിട്ടുണ്ട്. അനന്തപത്മനാഭ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് അനന്തപത്മനാഭ ക്ഷേത്രത്തിൻ്റെ കവാടം. അതിലോട്ടങ്ങനെ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളിവിടെ ആ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അനന്തപുരം ടെമ്പിൾ. അപ്പോൾ ഇതാണ് അനന്തപത്മനാഭ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഇത്. അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇതാണ് ആ ക്ഷേത്രം, നേരത്തെ പറഞ്ഞ തടാകത്തിന് നടുക്കുള്ള. അപ്പോൾ ഇവിടെ ഈ തടാകത്തിലാണ് ഒരു മുതല, സസ്യബുക്കായ ഒരു മുതല ഉണ്ടായെന്ന് പറഞ്ഞ ഈ തടാകത്തിലാണ്. അപ്പോൾ ഇപ്പോൾ അതില്ലാന്ന് തോന്നുന്നത്. 2 വർഷം മുമ്പ് അത് പോയിന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നിട്ടത്. അപ്പോൾ ഇവിടെയാണ് ഇതുണ്ടായത്, ആ മുതല. ഇതാണ് ക്ഷേത്രം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അനന്തപത്മനാഭ ശയനമല്ല, ഇരിക്കുന്ന ഒരു മൂർത്തിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കൗണ്ടറിലെത്തിയപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ്. അപ്പോൾ അവർ ആദ്യമായിട്ടാന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് നമുക്ക്. ഇങ്ങനെ അനന്ത ശയനമല്ല, ഇരിക്കുന്ന ഒരു ഇതാണെന്നുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കുളത്തിന് നടുക്കും കൂടി ആയതുകൊണ്ട്. ഇതെന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ ഏക തടാക ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. ആ മുതലൊക്കെ ഒരു പേരുണ്ടായിരുന്നു, ബബിയ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഒരു സ്റ്റോറും കൂടി ഉണ്ടായിരുന്നു ആ മുതലേൻ്റെ പേരിൽ. ഇത് ഗണപതിൻ്റെ ഒരു ക്ഷേത്രമാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ക്ഷേത്രം ഇത്. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് കാണാനുള്ളത്. പിന്നെ മഴ പെയ്തുകൊണ്ട് അവിടെ ഇവിടെയെല്ലാം വഴുക്കും ഇതെല്ലാം ആയതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങ് പിറകിലേക്ക് അങ്ങ് പോകാൻ നിന്നില്ല. അതിൽ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഗുഹയുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല നമ്മൾ. അതായത് പത്മനാഭസ്വാമി ഇവിടുന്ന് ഗുഹ വഴി അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയെന്നാണ് ഐതിഹ്യം. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്.